ഹായ്, ബയോളജിയിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ബയോളജിയിൽ തന്നെ ഏറ്റവും കടുപ്പമുള്ള ചാപ്റ്റർ ആണ് മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ അതിലെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വരിക. അതെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. NCERT-യിലുള്ള ഈച്ച് ആൻഡ് എവരി കോർണർ അല്ലെ, മുക്കും മൂലയും അരിച്ചു പറക്കിയപ്പോൾ കിട്ടിയ കുറെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ കൂടുതൽ ഡിഫിക്കൽട്ട് ഒന്നും ഇനി ചോദിക്കാൻ പോകുന്നില്ല. ഇനി ഇതെല്ലാം ചോദിക്കുമെന്നല്ല, പക്ഷെ ചോദിച്ചാലും നിങ്ങൾ ആരും ഭയപ്പെടരുത്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം. അതിന് നിങ്ങളെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് 20 ചോദ്യങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. സോ തുടങ്ങിയാലോ നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാപ്ലോയിഡ് കണ്ടന്റ് ഓഫ് ഹ്യൂമൻ DNA is. ഹ്യൂമൻ DNA ഹാപ്ലോയിഡ് കണ്ടന്റ് മാത്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് ബേസ് പെയർ ടേംസ് ആണ് നമുക്ക് പറയേണ്ടത്. സോ ദ ആൻസർ ഈസ് 3.3 into 10⁻⁹ base pairs. Okay, 3.3 into 10⁻⁹ base pairs ആണ് ഹ്യൂമൻ ഹാപ്ലോയിഡ് DNA കണ്ടന്റ് എന്ന് പറയുന്നത്. അഥവാ ഇതിന് ഡിപ്ലോയിഡ് എന്ന് ചോദിച്ചാലോ, ഹാപ്ലോയിഡ് മാറ്റി ഡിപ്ലോയിഡ് എന്ന് ചോദിച്ചാലോ, ജസ്റ്റ് നിങ്ങൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6.6 into 10⁻⁹ ബേസ് പെയർ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഹാപ്ലോയിഡ് ചോദിച്ചാലും കുഴപ്പമില്ല, ഡിപ്ലോയിഡ് ചോദിച്ചാലും ഇനി കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലിങ്കേജ് ബിറ്റ്വീൻ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് ഡീഓക്സി റൈബോ ഷുഗർ ആണ് ചോദ്യം. ആ ബോണ്ടിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതാണ് ഒരു റൈബോ ഷുഗർ. സോ ദിസ് ഈസ് എ റൈബോ ഷുഗർ. ഇതിലെ 5ാമത്തെ കാർബണിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ആ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബോണ്ട് അത് ഫോം ചെയ്യും. ആ ബോണ്ടിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആ ബോണ്ടിന്റെ പേര് ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് എന്നാണ്. ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, അതേസമയം 2 ന്യൂക്ലിയോടൈഡുകൾ തമ്മിലുള്ള ബോണ്ടാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇവിടെ വേറൊരു ന്യൂക്ലിയോടൈഡ് കൂടി നമുക്ക് എടുക്കാം. ഇതിന്റെ 3' 5' ഇടയിലും ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഈ ബോണ്ടിന്റെ പേരാണ് ചോദിച്ചിരുന്നെങ്കിൽ അതിന്റെ പേര് ഫോസ്ഫോ ഡൈ എസ്റ്റർ ലിങ്കേജ് എന്നാണ്. ഓക്കെ, അതാണ് വ്യത്യാസം. ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് നമ്മുടെ റൈബോ ഷുഗറിനും അതുപോലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനും ഇടയിലാണ്. ഡിയോക്സി റൈബോ ഷുഗർ ആയാലും എല്ലാം ഒരേപോലെ തന്നെ. എന്നാൽ ഒരു ന്യൂക്ലിയോടൈഡിനും മറ്റൊരു ന്യൂക്ലിയോടൈഡിനും ഇടയിലുള്ള ബോണ്ട് ചോദിച്ചാൽ അതാണ് ഫോസ്ഫോ ഡൈ എസ്റ്റർ ലിങ്കേജ്. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വാട്ട് ഈസ് 5-methyl uracil? അതേതാ യുദ്ധകളത്തിലെ പുതിയ പോരാളി? 5-methyl uracil എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം തൈമിനാണ്. തൈമിന്റെ മറ്റൊരു പേരാണ് കേട്ടോ. ഇവൻ ഇങ്ങനെ ഒരു പേരുണ്ടായിരുന്നു, 5-methyl uracil എന്ന് മറ്റൊരു പേര് കൂടി തൈമിനുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂക്ലിൻ വാസ് ഐഡന്റിഫൈഡ് ബൈ. ആരാണ് ന്യൂക്ലിനെ കണ്ടെത്തിയത്? ഫ്രെഡറിക് മേഷർ ആണ് ഈ ന്യൂക്ലിനെ കണ്ടെത്തിയത്. ന്യൂക്ലിൻ ആണ് പിന്നീട് DNA കണ്ടുപിടുത്തത്തിലേക്കൊക്കെ ലീഡ് ചെയ്തത്. അപ്പൊ ന്യൂക്ലിനെ ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തത് ഫ്രെഡറിക് മേഷർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in a DNA, if there are 20% adenine, find the number of, that means in percentage ആണ്, the percentage of cytosine present in it. അതായത് 20% അഡിനിൻ ആണെങ്കിൽ സൈറ്റോസിൻ എത്ര പെർസെന്റേജ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെർസെന്റേജ് എത്രയുണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 20% ആരാണ്? 20% അഡിനിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉറപ്പല്ലേ, എത്ര അഡിനിൻ ഉണ്ടോ അത്ര തന്നെ തൈമിൻ കാണത്തില്ലേ? സോ ബാക്കി 20% ആരായിരിക്കും? തൈമിൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ 20% അഡിനിൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 20% തൈമിനും അവിടെ കാണും, കാരണം DNA അല്ലേ. അപ്പൊ ഇവ ചേരുമ്പോൾ തന്നെ എത്രയായി? 40% ആയി. ബാക്കി 60% ആരായിരിക്കും? ബാക്കി 60% ഗ്വാനിനും സൈറ്റോസിനും ചേർന്നിട്ടായിരിക്കും അല്ലെ. 40% അഡിനും തൈമിനും ആണെങ്കിൽ ബാക്കി 60% ആരായിരിക്കും? ഗ്വാനിനും സൈറ്റോസിനും ആയിരിക്കും. സോ ഗ്വാനിന് എത്ര കാണും? 30% കാണും. സൈറ്റോസിന് എത്ര കാണും? 30% കാണും. അങ്ങനെയല്ലേ ടോട്ടൽ 60% ആകാൻ സാധിക്കൂ. അപ്പോ നമ്മുടെ സൈറ്റോസിന്റെ പെർസെന്റേജ് എത്രയെന്ന് കിട്ടി? 30% കിട്ടി. സോ 30% is the answer. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ഈ രീതിയിലാണ് നമ്മളത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the haploid content of DNA is 3.3 into 10⁻⁹ base pairs, find the length of DNA. നമ്മുടെ ഡിഎൻഎയുടെ ബേസ് പെയർ ലെങ്ത് എന്ന് പറയുന്നത് 3.3 into 10⁻⁹ ആണെങ്കിൽ, അത്ര ഹാപ്ലോയിഡ് കണ്ടന്റ് ആണെങ്കിൽ ഒരു DNA നീളം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ലെങ്ത് എത്ര എന്നതാണ് ചോദ്യം. അപ്പോ ഇത് ഡിപ്ലോയിഡ് അല്ല, ഹാപ്ലോയിഡ് കണ്ടന്റ് ആണ്. നമ്മൾ ആദ്യം ഇതിനെ ഡിപ്ലോയിഡ് കണ്ടന്റ് ആക്കി മാറ്റണം. അതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടും? 6.6 into 10⁻⁹ എന്ന് കിട്ടും. ഓക്കെ, 2 ബേസ് പെയർസിന്റെ ഇടയിലുള്ള നീളം എന്ന് പറയുന്നത് 0.34 നാനോമീറ്റേഴ്സ് ആണ്. 0.34 നാനോമീറ്റേഴ്സ് ആണ്. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ 6.6 into 10⁻⁹ മൾട്ടിപ്ലൈഡ് ബൈ 0.34 into 10⁻⁻9 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ +9 ഉം -9 ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം. വാട്ട് ഈസ് റിമൈനിങ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ്
2.2 meters എന്ന് കിട്ടും. സോ 2.2 meters ആണ് ഏതിന്റെ നീളം എന്ന് പറയുന്നത്? നമ്മുടെ DNA നീളം എന്ന് പറയുന്നത്. ഒരു ഡിപ്ലോയിഡ് കണ്ടന്റ് നീളം എന്ന് പറയുന്നത് 2.2 meters ആണ്. അത് നമുക്ക് ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which stage of cell cycle chromatin fibers condense to form chromosome? നമുക്കറിയാം ക്രോമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ക്രോമസോം ആയിട്ട് മാറുന്നത് അല്ലെ? ക്രോമാറ്റിൻ ഫൈബേഴ്സ് ഇങ്ങനെ കണ്ടൻസ് ചെയ്യും. അങ്ങനെ കണ്ടൻസ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ക്രോമസോം ആയിട്ട് മാറുന്നത്. ആ ക്രോമസോം ആയിട്ട് മാറുന്നത് ഏത് സ്റ്റേജിൽ വെച്ചിട്ടെന്നാണ് ചോദ്യം. നമ്മുടെ അനാഫേസ്, മെറ്റാഫേസ് അല്ലെ, ടീലോഫേസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിൽ ഏത് സ്റ്റേജിൽ വെച്ചിട്ടാണ് ക്രോമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്ത് ക്രോമസോം ആയിട്ട് മാറുന്നത് എന്നാണ് ചോദ്യം. ആൻസർ മെറ്റാഫേസ് സ്റ്റേജിലാണ് കേട്ടോ. സോ മെറ്റാഫേസ് സ്റ്റേജിൽ വെച്ചിട്ടാണ് ക്രോമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്ത് ക്രോമസോം ആയിട്ട് മാറുകയും ക്രോമസോമിന്റെ ഏറ്റവും നല്ല മോർഫോളജി പഠിക്കാൻ പറ്റിയ സ്റ്റേജും ഈ മെറ്റാഫേസ് സ്റ്റേജ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുക. ആ സമയത്താണ് പിന്നെ അവർ ഈ പറയുന്ന നടുക്ക് ഇക്വിറ്റോറിയൽ പ്ലേറ്റിലൊക്കെ വന്ന് അലൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നമുക്ക്? യെസ്, ഗീവ് എക്സാമ്പിൾസ് ഓഫ് റെട്രോവൈറസ്. റെട്രോവൈറസിന്റെ എക്സാമ്പിൾസ് എന്താ? റെട്രോവൈറസ് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസുകളെയാണ് നമ്മൾ റെട്രോവൈറസുകൾ എന്ന് വിളിക്കുന്നത്. DNA വന്നാൽ ഡെക്സ്ട്രോവൈറസ് എന്ന് വിളിക്കും. അപ്പോൾ റെട്രോവൈറസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാ? റെട്രോവൈറസിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ സ്വന്തം TMV, ടൊബാക്കോ മൊസൈക് വൈറസ്. പിന്നെ ടെക്സ്റ്റിൽ ഒരു നല്ലൊരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, QB ബാക്ടീരിയോഫേജ്. ഓക്കെ, ആൻഡ് പിന്നെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള HIV വൈറസ്, പിന്നെ കൊറോണ വൈറസ്, ഇതൊക്കെ റെട്രോ വൈറസുകളാണ്. നമ്മുടെ കോൾഡ് ഉണ്ടാക്കുന്ന റൈനോ വൈറസ്, ഇതൊക്കെ ഏത് വൈറസ് ആണ്? റെട്രോ വൈറസുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ റെട്രോവൈറസ് ഇവോൾവ് ഫാസ്റ്റർ? റെട്രോവൈറസുകൾ എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് ഇവോൾവ് ചെയ്യുന്നതാണ് ചോദ്യം. കാരണം അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് RNA. RNAയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വളരെ അൺസ്റ്റേബിൾ ആണ്. അതെങ്ങനെയുള്ളവരാണ്? അൺസ്റ്റേബിൾ ആണ്. അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? മ്യൂട്ടേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് RNA വൈറസുകൾ വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നത്? ഇവോൾവ് ചെയ്യുന്നത്. എവല്യൂഷൻ അവരിൽ വേഗം സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം അവർക്ക് ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. RNA അൺസ്റ്റേബിൾ ആണ്, വിച്ച് മ്യൂട്ടേറ്റ് വെരി വെരി ഫാസ്റ്റർ. വളരെ പെട്ടെന്ന് അവർ എന്ത് ചെയ്യും? മ്യൂട്ടേറ്റ് ചെയ്യുന്നു എന്നതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഹൈബ്രിഡ് DNAs ആഫ്റ്റർ 3 generations in Michelson and Stahl experiment. Michelson and Stahl experimentല് 3 തലമുറകൾ കഴിയുമ്പോൾ ഹൈബ്രിഡ് DNA എത്ര എണ്ണം ഉണ്ടാകും എന്നാണ് ചോദ്യം. ഹൈബ്രിഡ് DNA എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു സ്ട്രാൻഡില് N14 ഒരു സ്ട്രാൻഡില് N15 വരുന്നതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് DNA എന്ന് വിളിക്കുന്നത്. ഹൈബ്രിഡ് DNA എത്ര ഉണ്ടാകും, എത്ര ജനറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾ ആൻസർ എപ്പോഴും 2 എന്ന് എഴുതിയാൽ മതി. കാരണം എത്ര ജനറേഷൻ കഴിഞ്ഞാലും ഹൈബ്രിഡ് DNAയുടെ എണ്ണം എപ്പോഴും എത്രയായിരിക്കും? 2 ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഒരു സ്റ്റാൻഡിൽ 15 മറ്റേ സ്റ്റാൻഡിൽ 15 ആയിട്ട് ഇരിക്കുന്നു. ഒരു ജനറേഷൻ കഴിയുമ്പോൾ 2 ഹൈബ്രിഡ് കിട്ടും. ഒരു സ്റ്റാൻഡിൽ N15 ഒരു സ്റ്റാൻഡിൽ N14 ഉള്ളത് കിട്ടും. അടുത്ത് വീണ്ടും നമുക്ക് ഒരു സ്റ്റാൻഡിൽ N15 ഒരു സ്റ്റാൻഡിൽ N14 ഉള്ളത് കിട്ടും. സോ 2 ഹൈബ്രിഡ് കിട്ടി. ഇനി ഇതിൽ നിന്നാണ് അടുത്ത് എന്തുണ്ടാകുന്നത്? അടുത്ത തലമുറ ഉണ്ടാകുന്നത്. അപ്പോഴും നിങ്ങൾ എഴുതി നോക്കിയാൽ മതി, 2 ഹൈബ്രിഡ് വെച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എത്ര തലമുറ കഴിഞ്ഞാലും 2 ഹൈബ്രിഡ് വെച്ചേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ നിങ്ങൾ 3 ജനറേഷനോ 4 ജനറേഷനോ 5 ജനറേഷനോ എത്ര ജനറേഷൻ കഴിഞ്ഞ് ചോദിച്ചാലും ഹൈബ്രിഡ് DNAയുടെ എണ്ണം എപ്പോഴും എത്രയായിരിക്കും? 2 തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. DNA replication takes place in which stage of cell cycle? DNA replication നടക്കുന്നത് ഏത് സ്റ്റേജിൽ വെച്ചിട്ടാണ് ചോദ്യം. നമുക്കറിയാം സെൽ സൈക്കിളിൽ നമ്മൾ G1 ഫേസ്, അത് കഴിഞ്ഞ് S ഫേസ്, അത് കഴിഞ്ഞ് G2 ഫേസ്, അത് കഴിഞ്ഞ് M ഫേസ്, അങ്ങനെയാണല്ലോ സെൽ സൈക്കിൾ പോകുന്നത്. ആ സെൽ സൈക്കിളിന്റെ ഏത് സ്റ്റേജിലാണ് DNA റെപ്ലിക്കേഷൻ, DNAയുടെ സിന്തസിസ് നടക്കുന്നത്? യെസ്, നിങ്ങൾക്ക് കിട്ടിക്കാണോ ആൻസർ? S ഫേസ് തന്നെയാണ്. അപ്പൊ S ഫേസിൽ വെച്ചിട്ടാണ് DNAയുടെ റെപ്ലിക്കേഷൻ നടക്കുന്നത്. Next question. What happens if both the strands of DNA act as template strand? DNAയുടെ 2 സ്റ്റാൻഡ്, നമുക്ക് DNAയിൽ 2 സ്റ്റാൻഡ് ഉണ്ട്. ഒരെണ്ണം ടെംപ്ലേറ്റ് സ്റ്റാൻഡും ഒന്ന് കോഡിംഗ് സ്റ്റാൻഡും ആണ്. അതിൽ ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ നിന്ന് മാത്രമാണ് mRNA നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ 2 സ്ട്രാൻഡിൽ നിന്നും mRNA പ്രൊഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം. ഒന്ന്, അവിടെ 2 ടൈപ്പ് ഓഫ് mRNA പ്രൊഡ്യൂസ്ഡ് ആകും. അപ്പോ ഇത് ഒരു പ്രോട്ടീനിന് വേണ്ടി കോഡിയും ഇത് വേറൊരു പ്രോട്ടീനിന് വേണ്ടി കോഡിയും. അപ്പോ ഒരു DNAയിൽ നിന്നും 2 ഡിഫറെന്റ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതൊരു ജനറ്റിക് എക്സ്പ്രഷൻ അല്ല.
രണ്ടാമത്തെ കാര്യം, ഈ രണ്ട് RNAകളും ഈ ഉണ്ടാകുന്ന രണ്ട് mRNAകളും കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം ചേർന്ന് ഡബിൾ സ്റ്റാൻഡേർഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഡബിൾ സ്റ്റാൻഡേർഡ് RNAയിൽ നിന്ന് ഒരിക്കലും നമുക്ക് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതുകൊണ്ട് പ്രോട്ടീൻ സിന്തസിസ് പിന്നെ നടക്കില്ല. അതുകൊണ്ടാണ് ഒരൊറ്റ സ്ട്രാൻഡ് മാത്രം എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റോൾ ഓഫ് mRNA, tRNA ആൻഡ് rRNA ഇൻ ട്രാൻസ്ലേഷൻ. ഓരോരുത്തരുടെയും റോൾ എന്തൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. mRNA ആണ് നമുക്ക് അവിടെ ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, കാരണം അതിൽ നിന്നാണ് നമ്മൾ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത്. tRNA ആണ് അവിടുത്തെ അഡാപ്റ്റർ മോളിക്യൂൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ട്രാൻസ്ലേഷനിൽ അഡാപ്റ്റർ മോളിക്യൂൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത് tRNA ആണ്. rRNA അവിടെ ഒരു കാറ്റലിസ്റ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, കാറ്റലിസ്റ്റിക് ആക്ടിവിറ്റിയാണ് ആര് ചെയ്യുന്നത്, rRNA. ഈ rRNA എവിടെ ഇരിപ്പുണ്ട്, റൈബോസോമിന്റെ ഉള്ളിലുണ്ട്. സോ റൈബോസോമിൽ ഇരിക്കുന്ന rRNA ആണ് അവിടെ കാറ്റലിസ്റ്റ് പോലെ പ്രവർത്തിക്കുന്നത്. സോ ഈ 3 RNAകളുടെ സഹായത്തോടു കൂടിയാണ് പ്രോട്ടീൻ സിന്തസിസ് അഥവാ ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ലേഷൻ ക്യാൻ ബിഗിൻ മച്ച് ബിഫോർ mRNA is fully transcribed. ട്രൂ ഓർ ഫോൾസ്? വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇത് NCERT നല്ലപോലെ വായിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ സാധിക്കൂ. കാരണം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, mRNA പൂർണ്ണമായും ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ mRNAയിൽ ട്രാൻസ്ലേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, വളരെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് mRNA സിന്തസിസ് പൂർണ്ണമാകണമെന്നില്ല. mRNA കുറച്ച് ഫോം ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്നും ട്രാൻസ്ലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ലേഷൻ തുടങ്ങണം അങ്ങനെയൊന്നും ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ അത് കുറച്ച് തുടങ്ങി പകുതി ആകുമ്പോൾ തന്നെ ഒരു സൈഡിൽ നിന്ന് ട്രാൻസ്ലേഷൻ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. സോ ട്രാൻസ്ലേഷൻ ക്യാൻ ബിഗിൻ. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ മുന്നേ തന്നെ ട്രാൻസ്ലേഷൻ ബിഗിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the contribution of Hargobind Khurana in molecular biology? ഒരു ഇന്ത്യക്കാരന്റെ പേരൊക്കെ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കേൾക്കാറുള്ളത് അല്ലെ. യെസ്, ഹർഗോബിന്ദ് ഖുറാന. അപ്പൊ ഹർഗോബിന്ദ് ഖുറാനയുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് he developed a method for synthesizing RNA with a defined combination of bases. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോമ്പിനേഷൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ CCUG ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജനറ്റിക് ഒരു ബേസ് കോമ്പിനേഷനിൽ mRNA നിർമ്മിക്കാനുള്ള ടെക്നോളജി, ഒരു മെത്തേഡാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുകയും കൂടി ചെയ്യാം. ഡെവലപ്ഡ് എ മെത്തേഡ്. ഓക്കെ, ഡെവലപ്ഡ് എ മെത്തേഡ് ഇൻ സിന്തസൈസിങ്. നിർമ്മിക്കുക, എന്താ നിർമ്മിക്കുന്നത്, സിന്തസൈസിങ് RNA നിർമ്മിക്കുക. എങ്ങനെ, വിത്ത് ഡിഫൈൻഡ് കോമ്പിനേഷൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന കോമ്പിനേഷൻ, ഡിഫൈൻഡ് കോമ്പിനേഷൻ ഓഫ് ബേസസ്. ഓക്കെ, ഡിഫൈൻഡ് കോമ്പിനേഷൻ ഓഫ് ബേസസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബേസസ് വെച്ചിട്ടുള്ള RNA സിന്തസൈസ് ചെയ്യാനുള്ള മെത്തഡോളജി, ഒരു രീതി ആണ് അദ്ദേഹം കണ്ടെത്തിയത്. ഇത് ജനറ്റിക് കോഡിന്റെ ഒക്കെ കണ്ടുപിടുത്തത്തിലേക്ക് ലീഡ് ചെയ്ത വളരെ വലിയൊരു ഫാക്ട് ആയിരുന്നു കേട്ടോ. യെസ്, അടുത്തതിലേക്ക് നമുക്ക് പോകാം. വാട്ട് വാസ് ദ ഓൾഡർ നെയിം ഓഫ് tRNA? tRNAക്ക് പഴയ ഒരു പേരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പേരുണ്ട്, tRNAക്ക് ഒരു പഴയ പേരുണ്ട്, കുട്ടിക്കാലത്തെ പേര്. അപ്പൊ tRNAയുടെ ആ കുട്ടിക്കാലത്തെ പേര് ഏതാണെന്ന് അറിയാമോ? sRNA എന്നായിരുന്നു. സൊല്യൂബിൾ RNA അഥവാ sRNA എന്നായിരുന്നു അതിന്റെ പേര്. പിന്നീട് അത് മാറ്റി, sRNA എന്നുള്ള പേര് മാറ്റി. കാരണം അത് പിന്നീട് അതിന്റെ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ പേര് sRNA മാറ്റി tRNA ആക്കുകയാണ് ചെയ്തത് കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, ദ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് tRNA ലുക്സ് ലൈക്ക് ഡാഷ് ആൻഡ് ആക്ച്വൽ സ്ട്രക്ചർ ലുക്ക് ലൈക്ക് ഡാഷ്. ഓക്കെ, ഒരു tRNAയുടെ സെക്കൻഡറി സ്ട്രക്ചർ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നാണ് ചോദ്യം. സെക്കൻഡറി സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്ലോവർ ലീഫ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ക്ലോവർ ലീഫ് ഷേപ്പിലാണ് സെക്കൻഡറി സ്ട്രക്ചർ ഇരിക്കുന്നത്. ആക്ച്വൽ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇൻവേർട്ടഡ് എൽ ഷേപ്പ്, എൽ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ. ഓക്കെ, ഇൻവേർട്ടഡ് എൽ ഷേപ്പിലാണ് ഏതിരിക്കുന്നത്, ഒരു നമ്മുടെ tRNAയുടെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഓക്കെ, ഇൻവേർട്ടഡ് എൽ ഷേപ്പ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ സ്ട്രക്ചറൽ കമ്പോണൻസ് ഓഫ് റൈബോസോം? റൈബോസോം എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിനകത്തുണ്ട്, നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന പോയിന്റുകളാണെന്നേ ഉള്ളൂ. റൈബോസോം എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈബോസോം നിർമ്മിച്ചിരിക്കുന്നത് RNA കൊണ്ടും, അതാണ് rRNA എന്ന് പറഞ്ഞ RNA,
പ്ലസ് 80 പ്രോട്ടീൻസും കൊണ്ടാണ്. 80 പ്രോട്ടീൻസ്. ഓക്കെ, 80 ഡിഫറെന്റ് പ്രോട്ടീൻസ് കൊണ്ടാണ് ആരെ നിർമ്മിച്ചിരിക്കുന്നത്? റൈബോസോമിനെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു RNAയും 80 പ്രോട്ടീൻസും ചേരുമ്പോൾ ഒരു റൈബോസോമായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് റൈബോസൈംസ്? ആരാണ് ഈ റൈബോസൈംസ്? ഈ റൈബോസോം തന്നെ കാറ്റലിസ്റ്റ് പോലെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പേരാണ് റൈബോസൈംസ്. ഓക്കെ, റൈബോസോം കാറ്റലിസ്റ്റ് പോലെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പേരാണ് റൈബോസൈംസ്. And the last question, what is the function of UTR? Untranslated regions. അല്ലെ, നമ്മൾ ഇന്നലെ കൂടി പഠിച്ചതാണ് untranslated regions. ഈ untranslated regionsന്റെ ഫംഗ്ഷൻ എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. It helps എഫിഷ്യന്റ് ട്രാൻസ്ലേഷൻ പ്രോസസ്. ഓക്കെ, ട്രാൻസ്ലേഷനിൽ അവന്മാർ പങ്കെടുക്കുന്നില്ല എങ്കിലും ട്രാൻസ്ലേഷൻ വളരെ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? UTR. അപ്പൊ UTR ആണ് ആ ട്രാൻസ്ലേഷന്റെ എഫിഷ്യൻസി കൂട്ടുന്നത്. വളരെ നല്ല രീതിയിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കാൻ സഹായിക്കുന്നത് UTR, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് ആണ്. സോ മക്കളെ, ഇത്രയുമായിരുന്നു ഇതിനകത്തുള്ള മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 20 ചോദ്യങ്ങൾ. ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചു എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. ഇതുപോലുള്ള സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള ടോപ്പിക്കുകളും ഇതുപോലെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും നാളെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്നത്തെ സൂപ്പർ 60 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വൈകുന്നേരം 7 മണിക്കുള്ള ക്ലാസ്സിൽ എത്തുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.